അസ്സലാമലൈക്കും. എങ്ങോട്ടാണ്? കടയിൽ പോണ്. എന്തിന്? സാധനം ഉണ്ടാക്കാൻ കുറെ ദിവസമായി സാധനം ഉണ്ടാക്കാൻ. ഇവിടെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ? മോശമല്ല. ഗസ്റ്റ് വന്നിട്ട് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഒരു മോശമല്ല. എന്നാലും അതിനേക്കാൾ വലുതുണ്ടാക്കി കൊടുത്തു, മന്തി ഉണ്ടാക്കി കൊടുത്തു. 4 മണിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ട. 4 മണി കഴിഞ്ഞ് 5 മണി മടി പിടിച്ച് അവിടെ ഇരുന്നു. അപ്പൊ അത് ഉണ്ടാക്കാനും നമ്മുടെ പുറത്തേക്ക് ഇറങ്ങണ സമയത്താണ് ഇത്. കാരണം അത്രയും ചൂട് പെയ്യുന്നു. പിന്നെ നമുക്ക് മടിയാവണം ഇറങ്ങും. ഇവിടെ അടുത്താണ് കട. ഹലോ ഗായ്സ്, ഇവിടെ ഒരു ചക്ക വീണെടുക്കുന്നു. പോയില്ലെങ്കിലും പോയാലും ഒരു ഗസ് വരും തൊട്ടുണ്ടാക്കണേന്ന്. ഇല്ല, ഞങ്ങൾ ചമ്മിപ്പോയി. ഒരു പ്രതീക്ഷ നിഹാൽ. എന്നാലും തൊട്ടുണ്ടാക്കാൻ പോണേ ഉണ്ട്. വലിയ സംഭവമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതും. എന്നാലും നമ്മുടെ വീട്ടിലൊരു സംഭവം. നമ്മളെ വീട്ടിൽ ചെറിയ പിള്ളേർക്കൊക്കെ പറ്റിയ കഴിക്കാൻ. നാത്തിലെ പാപിൻ പടിയേലായേ അലിവാനൊരു വാക്ക് ചോദിച്ചോക്കിട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ചമ്മ. ഇല്ല, ഇവിടക്ക് ഭാഗ്യം ഉണ്ടാവുന്ന എനിക്കറിയില്ല. കഴിക്കാൻ നമ്മളെ മടി പിടിച്ചിങ്ങനെ സോഫയിൽ ഇരിക്കുമ്പോഴാണ് പ്രശ്നം. അവിടെ ഇങ്ങടെ എനിക്ക് കഴിഞ്ഞ കുഴപ്പമില്ല. അതെ, നേരത്തെ ഞാൻ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും. നമ്മൾ വീട്ടിൽ പ്രാവശ്യം മടിയാണ്. പിന്നെ കിട്ടി വരുത്. അതെ, ചീസിന് വില കൂടിട്ടോ. എന്റെ വീഡിയോ എന്റെ കെട്ടിയോൻ കാണുന്നുണ്ടാണാവോ? കാണുന്നുണ്ടെങ്കിൽ ഇതാണ് സംഭവം. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ കമന്റ് ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 5-6 ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് അത് ഫ്രൈ പാനിൽ റോസ്റ്റ് പോലെ ചെയ്യണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ഇഷ്ടപ്പെടുക. പിന്നെ ടിഫിൻ ബോക്സ് ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തുക. പത്തും ചീസൊക്കെ പിള്ളേർക്ക് ഇഷ്ടമല്ലേ? അത് പെട്ടെന്ന് ഇഷ്ടപ്പെടും. പിന്നെ സ്കൂൾ തുറക്കാനായി പിന്നെ ആ ക്യാൻഡി ബോക്സിലൊക്കെ ഇട്ട് വെച്ചാൽ സ്കൂളിൽ വന്നിട്ട് ഇത് കൊടുക്കാൻ ചെയ്യാം. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഓവണുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ സുഖമായിരിക്കും പെട്ടെന്ന് ചെയ്യാനും. ഗ്യാസ് ഇത്തിരി കുഴപ്പമില്ല. എന്നാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ക്ലീൻ ആക്കാനൊന്നുമില്ല, അതൊന്നും എന്റേതായ കുറച്ച് ക്ലീനും. മറിച്ചിടാൻ ആയോന്നൊന്നും നോക്കിട്ടോ.
വാവ്, സൂപ്പർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് താഴെ കമന്റ് ചെയ്യാം. കുക്കിംഗ് ആണോ, ക്ലീനിങ് ആണോ, പിന്നെ ഡേ മൈ ലൈഫ് ആണോ, എന്തുണ്ടെങ്കിലും അതില് കമന്റ്. അതെ, പറ്റിക്കരുത് ഗായ്സ്, ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൽ കല്ലാൽ നിന്നെ ഹിജാബിൽ തുന്നിയതാരേ, ഹിലാലിന്റെ മാനത്തെ വൈരക്കല്ലിൻ മുത്താലിന്റെ കിനാവ് കിലോക്കിയ ഹാലേ, കനിയെ കനിയെ മുല്ലപ്പൂവിൻ ചിരിയല്ലാതെ തന്നെ പതിയെ പതിയെ ഒഴുകിപ്പോകും പോലല്ലേ, മനമേ മനമേ ലൈലിനാഴം പോലാ നാടക്കുഴിയെ കണ്ടേ കണ്ടേ കൽപ്പിൽ അറബന മുട്ടായേ, ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൽ കല്ലാൽ നിന്നെ ഹിജാബിൽ തുന്നിയതാരേ, ഹിലാലിന്റെ ചെയ്ത് നോക്കട്ടെ ട്ടാ. എന്നിട്ട് അഭിപ്രായം പറയാം. ആ ചീസിന്റെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്, നല്ല സ്മെല്ലും ബ്രെഡും നല്ല സ്പഞ്ച് സ്പഞ്ച് യമ്മി എന്നൊക്കെ പറയുന്നത് അതുപോലെ. ഞാൻ മോട്ടൊന്ന് ഇതെന്ത് ഫ്ലേവർ എന്ന് വെച്ചാൽ ചോക്ലേറ്റ്. ഞാൻ ചോക്ലേറ്റ് ഉണ്ടാകും, എല്ലാം എനിക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടം. ഇങ്ങനെ ജ്യൂസൊക്കെ ആയാലും കുടിച്ചോക്കെ ഇഷ്ടം. ഹായ്, അടിപൊളി, ചൂടത്തൊക്കെ നല്ലത്. എല്ലാരും ഇത് ബ്രെഡിന്റെ റെസിപ്പി ട്രൈ ചെയ്യുക. എന്നിട്ട് കമന്റ് ട്രൈ ചെയ്തിട്ട് കമന്റ് പറയണം എല്ലാരും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നാളെ ഇൻഷാ അല്ലാഹ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഓക്കേ.